ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫേസ് യോഗയാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് നട്ടലൊക്കെ ഒന്ന് സ്ട്രൈറ്റ് ആക്കി വയ്ക്കുക. ഒരുപാട് സമയം ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് കാല് നീട്ടിയോ മടക്കിയോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം, അല്ലെങ്കിൽ ചുമരിൽ ചാരിയൊക്കെ ഇരിക്കാം. നട്ടൽ സ്ട്രൈറ്റ് ആക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കുക, റിലാക്സ് ആയിട്ട് ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് മാക്സിമം നന്നായിട്ട് വാ തുറക്കുക. ഈ ഓ ആ ഈ ഓ ആ ഈ ഓ ആ ഈ ഓ ആ ഈ ഓ ആ ഈ ഓ. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് വാ നന്നായിട്ട് തുറന്നേ. വാ നന്നായിട്ട് തുറന്നതിന് ശേഷം ഹോൾഡ് ചെയ്യുക. ആ, ഇനി അങ്ങനെ നനങ്ങാതിരുന്നേ. 1 2 3 4 5 6 7 8 9 10. ഈ പല്ല് നന്നായിട്ട് കാണിച്ചേ. ഈ കവള് നന്നായിട്ട് ഉയർന്നു വരണം. 1 2 3 4 5 6 7 8 9 10. ഗുഡ്. സാധാരണ റിലീസ് ചെയ്യുക. ഊ ഹോൾഡ് ചെയ്ത് 1 2 3 4 5 6 7 8 9 10. ഗുഡ്. സാധാരണ റിലീസ് ചെയ്യാം. പല്ല് കാണിക്കാതെ ചിരിച്ച എല്ലാവരും. 1 2 1 2 1 2. 1 എന്ന് പറയുമ്പോൾ ചിരിക്കുക, 2 എന്ന് പറയുമ്പോൾ നോർമലായിട്ട് ഇരിക്കുക. 1 2 2 2 2 2. റിലീസ് ചെയ്യുക. ഇനി പല്ല് കാണിച്ചിരിച്ചേ. ഈ പല്ല് കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മുടെ കവള് നന്നായിട്ട് പൊന്തി വരണം. കണ്ടോ? 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. സാധാരണ റിലീസ് ചെയ്യാം. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വായിൽ വെള്ളം നിറയ്ക്കുന്ന പോലെ ഫുൾ കവർ ചെയ്യാം. One, 2, 3, 4, 5, 6, 7, 8, 9, 10. ഗുഡ്. ഒരിക്കലും ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഗുഡ്. സാവധാനം റിലീസ് ചെയ്യാം. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന നാവ് കൊണ്ട് റൊട്ടേറ്റ് ചെയ്യാം. കണ്ടോ? ചെയ്ത 1 2 3 4 5 6. ഓപ്പോസിറ്റ് റൊട്ടേറ്റ് ചെയ്ത. ഓപ്പോസിറ്റ്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, കൂടി സാധനം റിലീസ് ചെയ്യാം. ചൂണ്ടുവിരലെടുക്കുക. നമ്മുടെ ഈ ചെവിയുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ചെവിയുടെയും ഈ ഒരു മുൻഭാഗം, 2 കൈ കൊണ്ട് ചൂണ്ടുവിരൽ വയ്ക്കുക. ഒന്ന് സാവധാനം മുകളിലേക്ക് താഴേക്ക് വന്ന് മസാജ് ചെയ്യുന്ന പോലെ റിലാക്സ് ആയിട്ട് ചെയ്യുക. 1 2 3 4 5 6 7
8 9 10. ഗുഡ്. സാവധാനം തിരിച്ചു വരാം. ചൂണ്ടുവിരലെടുക്കുക, പുരികം നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ഗുഡ്. പുരികം പകുതി വരെ കൊണ്ടുവന്നേ. പകുതി വരെ കൊണ്ടിട്ട് മുകളിലോട്ടൊന്ന് ഹോൾഡ് ചെയ്ത് വയ്ക്കുക. ഗുഡ്. സ്റ്റേ. 1 2 3 4 5 6 7 8 9 10. സാവധാനം റിലീസ് ചെയ്യുക. ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തേ. നമുക്ക് പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ സ്കിന്നൊക്കെ ചുളിവ് വീഴുന്നതനുസരിച്ച് നമ്മുടെ പുരുകം കൊണ്ടിങ്ങനെ താഴ്ന്നു വരും. അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്ത് നന്നായിട്ട് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ഇടത് കൈ കൊണ്ട് വലത് കണ്ണിൻ്റെ പുറത്ത് വെച്ച്, ഇടത് കൈ കൊണ്ട് വലത് കണ്ണിൻ്റെ പുറത്ത് വയ്ക്കുക. വെച്ചോ. പുരികം താഴോട്ടൊന്ന് വലിച്ചു പിടിച്ചോ. ഇനി നമ്മുടെ വലത് കൈ കൊണ്ട് നമ്മുടെ വലത് പുരികത്തിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10. സാവധാനം റിലീസ് ചെയ്യുക. ഓക്കെ. ഗുഡ്. നെക്സ്റ്റ് വലത് കൈ കൊണ്ട് ഇടത് കണ്ണിൻ്റെ പുറത്ത് വയ്ക്കുക. പുരികം ഒന്ന് ജസ്റ്റ് ഒന്ന് താഴോട്ടൊന്ന് വലിച്ചു വയ്ക്കുക. വെച്ചോ. നമ്മുടെ ഇടത് കൈ കൊണ്ട് മുകളിലേക്ക് ഒന്ന് മസാജ് ചെയ്യുക. വേണമെങ്കിൽ 2 കണ്ണും അടച്ച് ചെയ്തോളൂ. 1 2 3 4 5 6 7 8 9 10. സാവധാനം റിലീസ് ചെയ്യുക. ഒന്ന് കണ്ണടച്ച് റിലാക്സ് ആയിരുന്ന എല്ലാവരും നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ടെടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ഫേസിലോട്ട് കൊണ്ടുവരാം. സാവധാനം കണ്ണു തുറക്കുക. ഓക്കെ. ഗുഡ്. നെക്സ്റ്റ് നമ്മുടെ കൈയുടെ 2 കൈയിൽ 4 വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. 1. ഈ നെറ്റിയിൽ ഉണ്ടാകുന്ന ചുളിവ് മാറാൻ വേണ്ടിയിട്ടാണ്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ. ഗുഡ്. സാധാരണ റിലീസ് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ചൂണ്ടുവിരലെടുക്കുക, നടുവിരലെടുക്കുക, കണ്ണിനെ ഇങ്ങനെ നന്നായിട്ടൊന്ന് തുറന്നു വയ്ക്കുക. കണ്ണിൻ്റെ കൃഷ്ണമണി വലത്തോട്ട് ഇടത്തോട്ട് ചലിപ്പിക്കുക. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. സെൻറ്റർ. സാവധാനം കണ്ണടയ്ക്കുക. സാവധാനം കണ്ണു തുറന്ന് ഒരിക്കൽ കൂടി കണ്ണിലെ കൃഷ്ണമണി മുകളിലോട്ടൊന്ന് കൊണ്ടുപോകാം. ഹോൾഡ് ചെയ്ത് വയ്ക്കുക. അനക്ക് അതങ്ങനെ തന്നെ വെച്ച് 1 2 3 4 5 6. സാവധാനം കണ്ണടയ്ക്കുക. ഉള്ള കൈ നന്നായിട്ട് കൂട്ടി തിരുമ്മേ. 2 കൈ കപ്പിയ കണ്ണിൻ്റെ പുറത്തേക്ക് വയ്ക്കുക. ഒരിക്കൽ കൂടി ചെയ്യാം. ഓക്കെ. കൂടി സാവധാനം തിരിച്ചു വരാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മുടെ ചെവി മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുക. 1 താഴ്ന്ന് മുകളിലേക്ക് 1 2 3 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഓക്കെ. സാവധാനം റിലീസ് ചെയ്യുക. ഒന്ന് കണ്ണടച്ച് റിലാക്സ് ആയിട്ടിരിക്കുക. സാവധാനം തിരിച്ചു വരാം. നെക്സ്റ്റ് കൈ ഇങ്ങനെ വയ്ക്കുക. നഖമൊക്കെ ഉള്ളവർ സൂക്ഷിച്ച് ചെയ്യുക. താടിയുടെ ഈ ഭാഗത്ത് വയ്ക്കുക. ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. 1 2 3
4 5 6 7 8 9 10. ഒരിക്കലും ചെയ്യാം. 1 2 3 4 5 6. ഓക്കെ, കൂടെ സാവധാനം റിലീസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചൂണ്ട് വിരലും നടുവിരലും എടുക്കുക. കവിള് വേണമെന്ന് ആഗ്രഹമുള്ളവർ ചുണ്ടിൻ്റെ പുറത്ത് വച്ചതിന് ശേഷം ഇങ്ങനെ ബലൂണ് വീർപ്പിക്കുന്നില്ലേ, അതുപോലെ ചെയ്യാം. കവിള് വേണ്ടെന്ന് ആഗ്രഹമുള്ളവർ ഉള്ളിലോട്ട് ശ്വാസം വലിക്കും. കണ്ടോ, അകത്തോട്ട് പോകുന്ന കവിള് വേണമെന്ന് ആഗ്രഹമുള്ളവർ നന്നായിട്ട് ശ്വാസം രണ്ട് കവിളിലും നന്നായിട്ട് വരണം. ചെയ്തേ. 1 2 3 4 5 6 7 8 9 10. ഒരിക്കൽ ചെയ്യാം. 1 2 3 4 5 6. സാധാരണ റിലീസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ചുണ്ടിങ്ങനെ കൂർപ്പിക്കുക. ഈ പല്ലില്ലാത്ത മുത്തശ്ശിമാർ ചവയ്ക്കുന്നില്ല, നമ്മൾ പല്ല് അനക്കാതെ സ്കിന്ന് മാത്രം. കണ്ടോ, ഇവിടെ അനങ്ങുന്നുണ്ടോ? ഇവിടുത്തെ ഫാറ്റൊക്കെ കുറയും. നമ്മൾ ചെയ്യുന്ന മാക്സിമം കഴുത്ത് മുകളിലോട്ട് കൊണ്ടുവരാം. ഇനി ചെയ്തേ. ഇനി കഴുത്തിലോട്ടൊന്ന് കൈ വെച്ചിട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എവിടെയൊക്കെയാണ് അനങ്ങുന്നത്. 1 ചെയ്ത് നോക്കിയാൽ എല്ലാവരും. 1 2 3 4 5 6 7 8 9 10. ഒരിക്കൽ ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. സാവധാനം റിലീസ് ചെയ്യുക. റിലാക്സ് ആയിട്ടിരിക്കുക. സാവധാനം തിരിച്ചു വരാം. കാലൊക്കെ വേദനിക്കുന്നവർ കാല് നീട്ടിയോ ചാരിയോ ഒക്കെ ഇരുന്നോളൂ കേട്ടോ. അതിലൊന്നും വിഷമമൊന്നും വിചാരിക്കണ്ട നിങ്ങളാരും. നിങ്ങൾക്ക് കാല് വേദനിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം ഇങ്ങനെ ഇരിക്കുക എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. പഴയ നമ്മുടെ യോഗ സ്റ്റുഡൻസിനൊക്കെ ഇരിക്കാൻ പറ്റും, കാരണം അവർ ഇരുന്നിരുന്ന് ശീലമായി. പുതിയതായിട്ട് വന്ന ആൾക്കാർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ പുറകിലോട്ട് നീങ്ങിയോ ഫോൺ എടുത്തുകൊണ്ട് പൊക്കോ, ഫോൺ എടുത്തുകൊണ്ട് പോയി ചുമരിൽ എവിടെയെങ്കിലും ചാരിയോ കാല് നീട്ടി നട്ടൽ സ്ട്രെയിറ്റ് ആക്കി വയ്ക്കണം കേട്ടോ. അത് നിർബന്ധമുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ, നിങ്ങളിനി ഇങ്ങനെ തന്നെ ഇരുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണം കിട്ടില്ല എന്നായിരുന്നു ആരും വിഷമിക്കേണ്ട. അങ്ങനെയൊന്നുമില്ല. നമ്മൾ എങ്ങനെ ഇരുന്ന് ചെയ്താലും അതിൻ്റെ ഗുണം ഉണ്ടാവും. പക്ഷേ രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്കൊക്കെ ചെയ്യാം. എപ്പോഴാണോ ഫേസ് യോഗ ചെയ്യാം. നട്ടൽ സ്ട്രെയിറ്റ് ആക്കി വെച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് സമയം ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കട്ടിലിൽ നമ്മൾ തലേണ എന്തെങ്കിലും നടുവിന് സപ്പോർട്ട് ചെയ്ത് നട്ടലൊന്ന് സ്ട്രെയിറ്റ് ആക്കി, പീരീഡ് സമയത്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. നടുവിൽ ഇങ്ങനെ തലേണയൊക്കെ വെച്ചൊന്ന് സ്ട്രെയിറ്റ് ആക്കി കാലൊക്കെ നീട്ടിയിട്ടിരുന്ന് ഒന്ന് റിലാക്സ് ആയിട്ട് ചെയ്താൽ മതി. പക്ഷെ ചെയ്യാൻ ഒരു മനസ്സുണ്ടാവണം, എന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ടോ. 1 2 3 4 5 6 7 8 9 10. ഒരിക്കൽ ചെയ്യാം. 1 2 3 4 5 6. സാവധാനം റിലീസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇപ്പോൾ വലിയ ചുണ്ടുള്ളവരുണ്ടല്ലോ, അതായത് നല്ല ഓരോ ആൾക്കാരുടെ ചുണ്ട് ഓരോ ടൈപ്പാണ്. ചിലർക്ക് കറക്റ്റ് ഷേപ്പായിരിക്കും, ചില ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ഓപ്പണിങ് നല്ല വീതിയുള്ള ചുണ്ടൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ചുണ്ട് നല്ല ഷേപ്പായിട്ട് കറക്റ്റ് ചുണ്ടിൻ്റെ ഷേപ്പായിട്ട് വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എക്സസൈസാണ്. അപ്പോൾ ചുണ്ട് കറക്റ്റ് ഷേപ്പുള്ളവർക്കും ചെയ്യാം, അല്ലാത്തവർക്കും എല്ലാവർക്കും ചെയ്യാം. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. നമ്മൾ ചെയ്യുന്നത് കണ്ടോ, ഇത്രയും ചിരിക്കാവും. ചുണ്ടിനെ ഇങ്ങനെ കുറിപ്പിച്ചു കൊണ്ടുവരാം.
നമ്മുടെ ചുണ്ടിനെ ഓപ്പൺ ചെയ്ത് ചിരിക്കരുത്, ജസ്റ്റ് ഒരു സ്മൈൽ. കണ്ടോ? ചെയ്താലും 1 1 2 3 പറയുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. നിങ്ങൾ ചെയ്തോളൂ നന്നായിട്ട്. ഞാൻ കൗണ്ട് ചെയ്യാം. 1 2 1 2 ഗുഡ്. 1 2 1 2 1 2 1 2 1 2. ചെറുതായിട്ട് ഓപ്പൺ ചെയ്യാം. കണ്ടോ? ഇത്രയും മതി. ജസ്റ്റ് ഒരു സ്മൈൽ. സ്മൈലൊന്നും പറയാൻ പറ്റില്ല, ചുണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, റിലീസ് ചെയ്യുക, ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. സാവധാനം തിരിച്ചു വരാം. നമ്മുടെ വലത് കൈ കൊണ്ട് ഇടത് സൈഡിൻ്റെ ഈ ചെവിയുടെ താഴോട്ട് ഒരു ഞരമ്പ് പോലെ, ഞരമ്പല്ല, ഇവിടെ നിന്ന് ഇങ്ങനെ ചെറിയൊരു തടുപ്പുണ്ട്, കണ്ടോ? ആ ഭാഗത്തൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക താഴോട്ട്. 1 2 3 4 5 6 7 8 9 10. ഇടത് കൈ കൊണ്ട് വലത് സൈഡിലൊന്ന് ചെയ്ത് 1 2 3 4 5 6 7 8 9 10. സാധാരണ റിലീസ് ചെയ്യാം. ചെവി ഒന്ന് മുകളിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10. താഴോട്ടൊന്ന് മസാജ് ചെയ്ത് 1 2 3 4 5 6 7 8 9 10. ഗുഡ്. സാധാരണ റിലീസ് ചെയ്യുക. സെൻറ്റർ. പല സൈഡിലോട്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ചവച്ചേ വാ തുറന്ന്. 1 2 3 4 5 6 7 8 9 10. സെൻറ്റർ. സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് ഓപ്പോസൈഡ് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. വാ തുറന്ന് നന്നായിട്ട് ചവച്ചേ. 1 2 3 4 5 6 7 8 9 10. സെൻറ്റർ. സ്ട്രെയിറ്റ് ആയിട്ട് വന്നേ. മാക്സിമം കഴുത്ത് മുകളിലോട്ട് കൊണ്ടുവരാം. വാ തുറന്ന് നന്നായിട്ട് ചവച്ചേ. നമ്മൾ എത്രത്തോളം വാ തുറന്ന് നന്നായിട്ട് ചവയ്ക്കുന്നോ അത്രത്തോളം നമ്മൾ ഈ കഴുത്ത് മൊത്തം നന്നായിട്ട് സ്ട്രെച്ച് ആവും. കഴുത്തിലെ ചുളിവുകളൊക്കെ മാറാൻ വേണ്ടി സഹായിക്കും. നന്നായിട്ട് ചവച്ചിട്ട് കഴുത്തിലൊന്ന് ടച്ച് ചെയ്ത് നോക്കിയേ. ഏത് മുതൽ ഏത് വരെയാണ് അനങ്ങുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. 1 2 3 4 5 6 7 8 9 10. ഒരിക്കലും ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. സാവധാനം റിലീസ് ചെയ്യാം. റിലാക്സ് ആയിട്ടിരിക്കുക. സാധാരണ കണ്ണുറക്കുക. കാലൊക്കെ വേദനിക്കുന്നവർ നീട്ടിയിട്ടിരുന്നോളൂ. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്ലാപ്പ് ചെയ്യാൻ പോവുകയാണ്. അതായത് നമ്മുടെ ഫേസിലെ കുഞ്ഞു കുഞ്ഞു മസിൽസൊക്കെ ആക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ടും ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാമല്ലോ. നമ്മുടെ ചൂണ്ട് വിരളും നടുവിരളും എടുത്തോ. നെറ്റി മുതൽ നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്യുക. കണ്ണിൻ്റെ പുറത്ത് ജസ്റ്റ് ഇങ്ങനെ വച്ചാൽ മതി. ബാക്കിയുള്ള സ്ഥലമൊക്കെ നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്ത് കൊടുത്തേ. മാക്സിമം നന്നായിട്ട് എല്ലാവരും ഒന്ന് കണ്ണടച്ച് ഫ്ലാപ്പ് ചെയ്തേ. നിങ്ങളുടെ ഫേസിലോട്ട് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാം. നന്നായിട്ടൊന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫേസിൽ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നതായിട്ടൊക്കെ ഒന്ന് സങ്കല്പിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ തന്നെ കണ്ണടച്ച് നിങ്ങളോടൊന്ന് പറഞ്ഞ് ചെയ്യുക. നന്നായിട്ടൊന്ന് ചെയ്യുക. കവിൾ നന്നായിട്ട് കവർ ചെയ്തേ. താടി ചുണ്ടിൻ്റെ മുകളിലും താഴെയൊക്കെ നന്നായിട്ട് കവർ ചെയ്യുക. മൂക്കിൻ്റെ പുറത്തൊക്കെ നന്നായിട്ട് ചെയ്യുക. നന്നായിട്ട് ചെയ്താൽ എല്ലാവരും നന്നായിട്ടൊന്ന് ചെയ്യാൻ ശ്രമിക്കുക.
നന്നായിട്ടൊന്ന് ചെയ്യാം. ചെവിയുടെ പുറത്തൊക്കെ ഒന്ന് ചെയ്ത് ഫ്ലാപ്പ് ചെയ്യുക. ചെവിയുടെ പുറമൊന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. കഴുത്തിൻ്റെ പുറകുവശം നന്നായിട്ടൊന്ന് ഫ്ലാപ്പ് ചെയ്തേ. കഴുത്ത് മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്യുക. നന്നായിട്ടൊന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. ഗുഡ്. ഓക്കെ, ഗുഡ്. ഒരിക്കലും ചെയ്താൽ നന്നായിട്ട് നെറ്റി നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്താൽ. ശരിക്കും പറഞ്ഞാൽ ഫേസ് യോഗ എന്ന് പറയുന്നത് ഒരു അരമണിക്കൂറെങ്കിലും വേണം നമുക്കൊന്ന് സമാധാനത്തിൽ ചെയ്യാനായിട്ട്. എല്ലാം കൂടി കവർ ചെയ്ത് നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. ചുണ്ടകത്തോട്ട് മടക്കിയേ. ചുണ്ടകത്തോട്ട് മടക്കിയിട്ട് മുകളിലും താഴെ. കവിള് നന്നായിട്ട് ഊതിയേ. രണ്ട് കവിള് നന്നായിട്ട് ഊതി വീർപ്പിച്ചേ. ഇനി ഫ്ലാപ്പ് ചെയ്ത് കൊടുത്തേ. ചെവിയിലൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്യുക. കഴുത്തിൻ്റെ പുറകെ വശമൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുത്തേ. നന്നായിട്ട് ചെയ്യാം കേട്ടോ. നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്യും. ഓക്കെ, ഗുഡ്. സാവധാനം തിരിച്ചു വരാം. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ 10 വിരലെടുക്കുക. 10 വിരലിൻ്റെ അഗ്രഭാഗം. നമ്മുടെ അഗ്രഭാഗം എന്ന് പറയുന്നത് ഒരു കയ്യിൽ 4, ഒരു കയ്യിൽ 4 കിട്ടത്തുള്ളൂ. അത് വെച്ച് ചെയ്തോളൂ. നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്യുക. കണ്ണടച്ചേ. നന്നായിട്ട് ചെയ്തേ എല്ലാവരും. എനിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവരും മനസ്സിൽ റിലാക്സ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്തേ. നമ്മൾ ഈ ചെയ്യുന്നൊരു ഫലം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. മറ്റുള്ളവരെല്ലാം അടിപിടിച്ച് നടക്കുന്ന ഈ സമയം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. റിലാക്സ് ആയിട്ട് കണ്ണടച്ച് നിങ്ങളോട് തന്നെ നിങ്ങളൊന്ന് സംസാരിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ടൊന്നിരുന്ന് നന്നായിട്ട് കവർ ചെയ്യുക. ചുണ്ടിൻ്റെ മുകളിലും താഴെയൊക്കെ ഒന്ന് കവർ ചെയ്യുക. ഓക്കെ, ഗുഡ്. ചെവിയിലൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്ത്. ചെവിയിലൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്യുക. കഴുത്തിൻ്റെ പുറകുവശം മുൻഭാഗമൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. ഗുഡ്. സാവധാനം തിരിച്ചു വരാം. ഒരിക്കലും ചെയ്യാം. ലാസ്റ്റായി നന്നായിട്ടൊന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. മാക്സിമം നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. കവിളൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. കവിളൊക്കെ ഒന്ന് ഊതി വീർപ്പിച്ച് വെച്ചാ. ചെവിയിലൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്യുക. കഴുത്തിലൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഗുഡ്. റിലാക്സ് ആയിട്ടിരിക്കുക. എല്ലാവരും ഒന്ന് കണ്ണടച്ചിരുന്നേ. എല്ലാവരും ഒന്ന് കണ്ണടച്ച് റിലാക്സ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ ഫേസിൽ ഇപ്പം നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ ഫേസിലൊക്കെ ഒന്നൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവും. നല്ല കൂളായതുപോലെ തോന്നും. എന്തോ ഒരു വല്ലാത്തൊരു ഫീൽ, എന്തോ ഒരു റിലാക്സേഷൻ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. കണ്ണടച്ച് നിങ്ങളുടെ കവിളൊക്കെ ഒന്ന് തൊട്ട് നോക്കിയാൽ ജസ്റ്റ് ഒന്ന് വലിച്ചൊക്കെ നോക്കിയ കവിള്, നെറ്റി ഒക്കെ ഒന്ന് തൊട്ട് നോക്കുക. കഴുത്തൊക്കെ ഒന്ന് തൊട്ട് നോക്കുക. നല്ല സോഫ്റ്റ് ആയതുപോലെ തോന്നും. ചെയ്ത് നോക്കിയോ എല്ലാവരും? ചെയ്ത് നോക്കിയോ? ഓക്കെ, ഗുഡ്. ഉള്ളം കൈ നന്നായിട്ട് കൂട്ടി തിരുമുക. നന്നായിട്ട് ഉള്ളം കൈ കൂട്ടി തിരുമുക. നന്നായിട്ട് 2 കൈ കപ്പിയ കണ്ണിൻ്റെ പുറത്ത് വയ്ക്കുക. ഒരിക്കൽ കൂടി ചെയ്യാം. ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ടൈം നന്നായിട്ട് ഉള്ളം കൈ നന്നായിട്ട് കൂട്ടി തിരുമുക. ആ ഒരു ചൂട് കണ്ണിൻ്റെ പുറത്ത് വയ്ക്കുക. ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്താൽ ചെവിയിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. കഴുത്തിലൊക്കെ ഒന്ന് വയ്ക്കുക. ഓക്കെ, ഗുഡ്. സാവധാനം കണ്ണൂറൊക്കെ എല്ലാവരും കാലൊക്കെ ഒന്ന് നീട്ടിയിട്ടിരുന്നോളൂ. കാലൊക്കെ ഒന്ന് നീട്ടിയിടുക. 2 കൈ പുറകെ സപ്പോർട്ട് ചെയ്തേ. കാലൊക്കെ ഒന്ന് അനക്കി കൊടുക്കുക. 1 2 3 4. കാലിൻ്റെ തുടയുടെ ഭാഗം ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്തേ. 1 2 3 4. ഓക്കെ, കാലൊക്കെ ഒന്ന് നീട്ടിയിട്ട് റിലാക്സ് ആയിട്ടിരിക്കുക. ആർക്കൊക്കെ തോന്നുന്നുണ്ടോ ഒരു സോഫ്റ്റ്നെസ്, ഫേസൊക്കെ ഒരു കൂളായതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്? ഒരാൾക്ക് ഫീൽ ചെയ്യുന്നില്ല? ഓക്കെ, ഗുഡ്. ഓക്കെ, നമ്മൾ ഫ്ലാപ്പ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഫേസിൽ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നതനുസരിച്ച് ഇപ്പോൾ
ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് നല്ല സോഫ്റ്റ് ആയതുപോലെ തോന്നും, ചില ആൾക്കാർക്ക് ഫേസിലൊക്കെ നല്ലൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവും, ഒരു തണുപ്പ് പോലെയൊക്കെ ഫീൽ ഉണ്ടാവും. ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ ഞാൻ ഫേസ് യോഗ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതോടൊപ്പം തന്നെ പീരീഡ് സമയത്ത് ചെയ്യാൻ പറ്റുന്ന മാത്രമാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. റെക്കോർഡ് ക്ലാസ്സിൽ റെക്കോർഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പീരീഡ് സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പീരീഡ് ആയിരിക്കുമ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരും. ഇപ്പോൾ പീരീഡ് സമയത്ത് 1 മണിക്കൂർ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് പഠിപ്പിക്കുന്നത്, റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടും. നമ്മൾ സാധാ കാര്യങ്ങൾ തന്നെയാണ് പഠിപ്പിക്കുന്നത്, അതിൽ പീരീഡ് സമയത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് ഉൾക്കൊള്ളിക്കുന്നത്. ഓക്കെ, ഇന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പീരീഡ് സമയത്ത് എന്ത് ചെയ്യുക, എനിക്ക് മെസ്സേജ് അയക്കണം. നിങ്ങൾക്കുള്ള റെക്കോർഡ് ക്ലാസ് പ്രത്യേകം അയച്ചു തരും. അതായത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രം അയച്ചു തരും. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് എന്ത് ചെയ്യുക, ചെയ്യണം. എല്ലാവരും ഇനി പീരീഡ് സമയത്ത് യോഗ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം അത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ തീരുമാനിച്ചു. 4 ദിവസത്തെ പീരീഡ് സമയത്ത് അതൊക്കെ കഴിഞ്ഞ് റെസ്റ്റൊക്കെ എടുക്കുമ്പോൾ പിന്നെ വീണ്ടും വരില്ല, മടിയാവും. ഇനി ഇതിനപ്പുറം നിങ്ങളെ ഞാൻ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, കുറച്ച് ആൾക്കാരെങ്കിലും പിന്നെ എന്ത് ചെയ്യും, വരാനുള്ള മടിയുണ്ടാവും. വീണ്ടും വരണമല്ലോ എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായി വീണ്ടും ബ്രേക്ക് ആവും. അതുകൊണ്ട് നിങ്ങൾ പീരീഡ് സമയത്ത് ചെയ്യേണ്ട റെക്കോർഡ് ക്ലാസ് ഞാൻ പ്രത്യേകം എടുക്കാൻ തുടങ്ങി. ആ സമയത്ത് നിങ്ങൾ റെസ്റ്റ് എടുക്കേണ്ട, എന്ത് ചെയ്യുക, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫേസ് യോഗ ചെയ്യാം, കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ എന്ത് ചെയ്യുക, ചെയ്യാനായിട്ട് ശ്രമിക്കുക. 2 കാലം ഓപ്പൺ ചെയ്യുക, 2 കൈ പുറകിൽ സപ്പോർട്ട് ചെയ്യുക, തല പുറകിലേക്ക് വെച്ച് കണ്ണടച്ചിരുന്ന എല്ലാവരും റിലാക്സ് ആയിട്ടിരിക്കുക. സാവധാനം തിരിച്ചു വരാം. ക്രോസ് സ്റ്റെപ്പ് പൊസിഷൻ. കാലൊക്കെ ഒന്ന് മടക്കിയിട്ടിരുന്ന എല്ലാവരും കാലൊക്കെ ഒന്ന് മടക്കിയിട്ടിരിക്കുക. നിങ്ങളിപ്പോൾ കാല് മടക്കിയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ പീരീഡ് സമയത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ കാലൊക്കെ മടക്കിയിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കാലിങ്ങനെ നീട്ടിയിട്ടിട്ടായിരുന്നാലും എന്ത് ചെയ്യുക, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. ഓക്കെ, എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ നട്ടിലൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി വെച്ചതിന് ശേഷം 2 കൈ ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി വയ്ക്കും. ഇപ്പോൾ ചുമരിലാണ് നിങ്ങൾ ചാരി ഇരിക്കുന്നതെങ്കിൽ ചാരി ഇരുന്നുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് 2 കൈ ഓപ്പൺ ചെയ്യാം. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈ ഓപ്പൺ ചെയ്യാം. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. ഓക്കെ, പീരീഡ് സമയത്താണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നതാണ്. റെക്കോർഡ് ക്ലാസ് ചെയ്യുന്നവർക്ക് മാത്രം, ബാക്കിയുള്ളവർ ചെയ്തോളൂ. സ്റ്റാർട്ട് ചെയ്യാം. ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, breathe out, breathing, breathe out, breathing, breathe out, breathing, breathe out. റിലീസ് ചെയ്യുക, റിലാക്സ് ആയിരിക്കുക. സാവധാനം 2 കൈ 2 സൈഡിലോട്ട് വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈ മുകളിലേക്ക് ഉയർത്താം. ലോക്ക് ചെയ്യുന്നതല്ല, ഇങ്ങനെ വയ്ക്കും. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈ മുകളിലേക്ക് ഉയർത്താം. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. എല്ലാവരും നന്നായിട്ട് ഹാപ്പി ആയിട്ട് ചെയ്തേ. ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, breathe out, breathing, breathe out, breathing, breathe out, breathing, breathe out, breathing, breathe out. റിലാക്സ് ആയിട്ട് വേണം അടച്ചിരിക്കുക. സാധാരണ കണ്ണുറക്കാൻ 2 കൈ ലോക്ക് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈ മുകളിലേക്ക് ഉയർത്തിയേ. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈ മുകളിലേക്ക് ഉയർത്താം. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. എല്ലാവരും ചെയ്തേ. ബ്രീത്തിങ്, breathe out, breathing,
Breathe out. Breathe in. Breathe out. Breathe in. Breathe out. Breathe in. Breathe out. Breathe in. Breathe out. എല്ലാവരും ഒന്ന് കാലൊക്കെ ഒന്ന് നീട്ടിയിടാം, ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. കാലത്തോടെ ഭാഗം നനയ്ക്ക് 1 2 3 കാലൊക്കെ ഒന്ന് നനയ്ക്കി കൊടുക്കുക. ഗുഡ്. നെക്സ്റ്റ് പീരീഡ് സമയത്ത് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് എന്ന് പറയുന്നത് 2 കാലം ചേർത്ത് വയ്ക്കുക. 2 കാലം ഒരുമിച്ച് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. റൊട്ടേറ്റ് ചെയ്ത് 1 2 3 4 5 6. ഓപ്പോസിറ്റ് 1 2 3 4 5 6. ഓക്കെ, ഗുഡ്. വിരലുകളൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. റിലീസ് ചെയ്യുക. 1 2 1 2 1 2 1 2 1 2. സാവധാനം റിലീസ് ചെയ്യുക. ഓക്കെ, ഓരോ കാലം മടക്കുക. 1 2. ഇതൊക്കെ ചെയ്യാം. കുട്ടികളെ മാറേണ്ട എക്സസൈസ് ഒക്കെ ചെയ്യാം. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. സാധാരണ റിലീസ് ചെയ്യുക. ക്രോസ് ലെഗ് പൊസിഷനിലോട്ട് വന്നേ. ക്രോസ് ലെഗ് പൊസിഷനിലോട്ട് വരാം. വന്നതിന് ശേഷം നമ്മുടെ ഇടത് കാലെടുത്ത് വലത് കാലിൻ്റെ പുറത്ത് വെച്ച് പറ്റുന്നത് പോലെ വച്ചോ. വച്ചതിന് ശേഷം നമ്മുടെ വലത് കൈ കൊണ്ട് നമ്മുടെ ഈ വിരലുകളുടെ ഇടയിലൂടെ ഇങ്ങനെ കോർത്തു പിടിക്കുക. നന്നായിട്ട് പറ്റില്ല, എന്നാൽ പറ്റുന്നത് പോലെ കോർത്തു പിടിച്ചോ. കാലിൻ്റെ വിരലുകളിലൂടെ ഒന്ന് മുകളിലോട്ട് പ്രസ് ചെയ്യുക, താഴോട്ട് കൊണ്ടുവരാം. 1 2 1 2 1 2 1 2 1 2 1 2 1 2. സാധനം റിലീസ് ചെയ്യുക. ഓക്കെ, കാലിൻ്റെ പുറത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യുക. 1 2 3 4 5 6. ഓപ്പോസിറ്റ് ചെയ്ത 1 2 3 4 5 6. സാവധാനം കാലിനെ ചേഞ്ച് ചെയ്യുക. വലത് കാലെടുത്ത് ഇടത് കാലിൻ്റെ പുറത്ത് വയ്ക്കുക. പറ്റുന്നവരെ വച്ചേ എല്ലാവരും വച്ചോ. ഇടത് കൈ കൊണ്ട് വലത് കാലിൻ്റെ വിരലുകളിലൊന്ന് കോർത്ത് പിടിച്ചോ. കോർത്ത് പിടിച്ചതിന് ശേഷം മുന്നിലേക്കും പുറകിലേക്കും ആക്കുക. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. കൈ കൊണ്ട് കാലിൻ്റെ പുറത്തൊന്ന് പിടിക്കുക. റൊട്ടേറ്റ് ചെയ്യുക. 1 2 3 4 5 6. ഓപ്പോസിറ്റ് 1 2 3 4 5 6. സാധാരണ റിലീസ് ചെയ്യുക. ഓക്കെ, കാലൊക്കെ ഒന്ന് നീട്ടിയിടാം. ഇനി ഇങ്ങനെ ക്രോസ് ലെഗ് പൊസിഷനിലോട്ട് ഇരിക്കുക. പീരീഡ് സമയത്ത് ബുദ്ധിമുട്ടുള്ളവരെന്ത് ചെയ്യുക, ഒരു കാലം മാത്രം മടക്കിയോ താഴെ വെച്ചോ അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യുക ചെയ്താൽ മതി. കണ്ടോ, പീരീഡ് സമയത്ത് നമുക്ക് കാലൊക്കെ എപ്പോഴും മടക്കിയിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. 1 2 3. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെയൊക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇടകാല് മടക്കി കുത്തി വെച്ചേ. ജസ്റ്റ് ഒന്ന് വലത്തോട്ടും ഇടത്തോട്ടും. പീരീഡ് സമയത്ത് ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് പെയിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യണ്ട. അല്ലാത്തപ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് സമയം നമ്മളിങ്ങനെ ഇരുന്നതുകൊണ്ട് നമ്മുടെ നടുവും ബട്ടക്സ് ഒക്കെ നല്ല പെയിൻ ഉണ്ടാകും. അതൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. 1 2 3 4 5 6 7 8 9 10. ഒന്ന് റിലീസ് ചെയ്യുക, ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക.
സാധനം തിരിച്ചു വരാം. ക്രോസ്ഡ് പൊസിഷൻ. ഇന്ന് പഠിപ്പിക്കുന്നത് മൊത്തം നമ്മൾ പീരീഡ് സമയത്ത് ചെയ്യാൻ പറ്റുന്നത് മാത്രമാണ് കേട്ടോ. കുറച്ച് പേര് പീരീഡ് സമയത്ത് എൻ്റെ അടുത്ത് മെസ്സേജ് അയക്കും, പീരീഡാണ്, യോഗ ചെയ്യട്ടെ ചെയ്യട്ടെ ചെയ്യട്ടെ. അപ്പോൾ എനിക്ക് ഓരോ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം, അത് ചെയ്യരുത് ഇത് ചെയ്യരുത്. ചില ആൾക്കാർക്ക് മനസ്സിലാവും, ചില ആൾക്കാർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അത്ര ഇഷ്ടമുള്ള ആൾക്കാർ യോഗ ചെയ്യാനുള്ളത് എനിക്ക് സന്തോഷമാണ്. അപ്പോൾ ഞാനെന്ന് വിചാരിച്ച് ഫേസ് യോഗയിൽ കൂടെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പോസ്റ്റേഴ്സും കൂടെ ആഡ് ചെയ്ത് ഒരു റെക്കോർഡ് ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പീരീഡ് സമയത്ത് എന്ത് ചെയ്യുക, അവർക്ക് റെക്കോർഡ് ക്ലാസ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് ഫേസ് യോഗയും ചെയ്യാം. ഫേസ് യോഗ മാത്രമാകുമ്പോൾ അവർക്ക് മടുപ്പ് പോകും, അയ്യോ ഫേസ് യോഗ മാത്രമേ ഉള്ളൂ, കുറച്ചും കൂടെ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം തോന്നും. അതുകൊണ്ടാണ് കുഞ്ഞു കുഞ്ഞു പോസ്റ്റേഴ്സ്, ബ്രീത്തിങ് എക്സസൈസും കുറച്ച് ചെറിയ എക്സസൈസും, പിന്നെ ഇനി ഇരുന്നിട്ടുള്ളത് ചെയ്യാം. പീരീഡ് സമയത്ത് കഴുത്തിനുള്ള എക്സസൈസ് ചെയ്യാൻ പറ്റും, കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാനുള്ളത് ചെയ്യാം, ബ്രസ്റ്റിൽ ക്യാൻസർ വരാതിരിക്കാനുള്ളത് ചെയ്യാം. അങ്ങനെ കുഞ്ഞു കുഞ്ഞു പോസ്റ്റേഴ്സും കൂടെ ചെയ്യാം. പിന്നെ ഇന്ന് ക്ലാസ്സിൻ്റെ അവസാനം ഒരു മെഡിറ്റേഷനും കൂടെ തരും. ആ ഒരു മെഡിറ്റേഷനും കൂടെ ഈ റെക്കോർഡ് ക്ലാസ്സിൽ ആഡ് ചെയ്ത് തരും. ഇനി പീരീഡ് സമയത്തായിരിക്കുന്നവരെന്ത് ചെയ്യുക, എനിക്ക് മെസ്സേജ് ഇടുക. യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്യും, എന്നാലും ഏത് വീഡിയോ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് മെസ്സേജ് ഇടുക, നേരത്തെ ഇടണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് അയച്ചു തരാം. അപ്പോൾ പീരീഡ് സമയത്ത് നിങ്ങൾ ഈ റെക്കോർഡ് ക്ലാസ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഈ പറയുന്നതോട് യോജിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നുണ്ടോ ഇങ്ങനെ ചെയ്യുന്നുണ്ട്? ഓക്കെ, ഗുഡ്. 1-2 പേരൊക്കെ കൈ ഉയർത്തുന്നുണ്ട്. പീരീഡ്സ് ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ, ചില ആൾക്കാർക്ക് ഇത് കഴിഞ്ഞവരുണ്ടാകും, പീരീഡ്സിൻ്റെ ഇതൊക്കെ സ്റ്റോപ്പ് ആയവരുണ്ടാവും, അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഉള്ളവർ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്നോട്, ഞാൻ വരട്ടെ വരട്ടെ വരട്ടെ. എനിക്കൊരു ടെൻഷനാണ് ഈ പീരീഡ് സമയത്ത് ഈ ബട്ടർഫ്ലൈ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ചിലർക്ക് അറിഞ്ഞുകൂടാതെ ചെയ്ത് കഴിഞ്ഞാൽ ചില ബ്ലീഡിങ് ഒക്കെ ആവുകയാണെങ്കിൽ അതൊരു വിഷമാവും. നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഓരോ ആൾക്കാർക്ക് ആരോഗ്യമാണ് കൊടുക്കാതിരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഒരാൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ആ ആരോഗ്യ പ്രശ്നം വരുന്നേക്കാൾ ഉപരി പഠിപ്പിക്കുന്ന എനിക്കാണ് വിഷമാവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ എന്ന് തോന്നിയത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാക്സിമം പീരീഡ് സമയത്ത് നിങ്ങൾ ബ്രേക്ക് എടുക്കണ്ട, എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ റെക്കോർഡ് ക്ലാസ് അയച്ചു തരാം. അതനുസരിച്ച് എന്ത് ചെയ്യാം, ഈ നിങ്ങൾ പീരീഡ് സമയത്ത് ഞാനിങ്ങനെ കാല് മടക്കി ഇരിക്കുന്ന പോലെ നിങ്ങൾ ഇരിക്കരുത് എപ്പോഴും. ഇടയ്ക്കിടയ്ക്ക് കാല് നീട്ടിയിട്ടിരിക്കുക. ഈ വീഡിയോയിൽ ചെയ്യുന്ന എല്ലാ കാര്യമൊന്നും ചെയ്യേണ്ട. കാല് നീട്ടിയിട്ട് നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങളുടെ ഫീലിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ചിലർക്ക് ചെറിയ ടയർഡ്നെസ് ഉണ്ടാവും, ചിലർക്ക് ഓരോ ആൾക്കാർക്ക് ഓരോ ഫീലിങ്സാണ്. അപ്പോൾ നിങ്ങളുടെ രീതി എങ്ങനെയാണ് അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടുന്നതിനുള്ള എക്സസൈസാണ് ചെയ്യാൻ പോകുന്നത്. കണ്ണ് നന്നായിട്ട് തുറന്നു വെച്ചോ. കണ്ണിൻ്റെ കൃഷ്ണമണി വലത്തോട്ട് ഇടത്തോട്ട് ചലിപ്പിക്കുക. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. വലത് സൈഡിലോട്ട് നോക്കിയേ, അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്ത് 1 2 3 4. ഇടത് സൈഡിലോട്ട് നോക്കിയേ, അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യുക. 1 2 3 4. സെൻറ്റർ. കണ്ണടയ്ക്കുക. ഉള്ളം കൈ നന്നായിട്ട് കൂട്ടി തിരുമ്മേ. 2 കൈ കപ്പിയ കണ്ണിൻ്റെ പുറത്ത് വയ്ക്കാം. ഒരിക്കലൂടെ ചെയ്യാം. മുഖമൊക്കെ സാവധാനം തടവി വെക്കുക. ഓക്കെ, ഗുഡ്. മുകളിലേക്കും താഴേക്കും കണ്ണിൻ്റെ കൃഷ്ണമണി ചലിപ്പിക്കുക. ചെയ്ത എല്ലാവരും 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. സാധനം കണ്ണടയ്ക്കുക. ഉള്ളം കൈ നന്നായിട്ട് കൂട്ടി തിരുമ്മുക. 2 കൈ കപ്പിയ കണ്ണിൻ്റെ പുറത്ത് വയ്ക്കുക. അരികൂടെ ചെയ്ത് മുഖമൊക്കെ സാവധാനം തടവിയെടുക്കുക. സാവധാനം തിരിച്ചു വരാം. താഴേക്ക് നോക്കുക, വലത് സൈഡിലോട്ട് നോക്കുക, മുകളിൽ നോക്കുക, ഇടത്തേക്ക് നോക്കുക, താഴെ നോക്കുക. വലത് സൈഡിലോട്ട് നോക്കുക, മുകളിൽ നോക്കുക, ഇടത്തേക്ക് നോക്കുക, താഴെ നോക്കുക. വലത്തേക്ക് നോക്കുക, മുകളിൽ നോക്കുക, ഇടത്തേക്ക് നോക്കുക, താഴെ നോക്കുക. വലത്തേക്ക് നോക്കുക, മുകളിൽ നോക്കുക, ഇടത്തേക്ക് നോക്കുക, താഴെ നോക്കുക. ഗുഡ്. ഓപ്പോസിറ്റ്. ഇടത്തേക്ക് നോക്കുക, മുകളിൽ നോക്കുക, വലത്തേക്ക് നോക്കുക, താഴെ നോക്കുക. ഇടത്തേക്ക് നോക്കുക, മുകളിൽ നോക്കുക, വലത്തേക്ക് നോക്കുക, താഴെ നോക്കുക. ഇടത്തേക്ക് നോക്കുക, മുകളിൽ നോക്കുക, വലത്തേക്ക് നോക്കുക, താഴെ നോക്കുക. കണ്ണടച്ചേ. ഉള്ളം കൈ നന്നായിട്ട് കൂട്ടി തിരുമേ. 2 കൈ കപ്പിയ കണ്ണിൻ്റെ പുറത്തേക്ക് വയ്ക്കുക. ഒരിക്കലൂടെ ചെയ്യാം. സാവധാനം തിരിച്ചു വരാം. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന കണ്ണ് ചിമ്മി അടയ്ക്കുക തുറക്കുകയും ചെയ്യുക. അടയ്ക്കുക തുറക്കുക, അടയ്ക്കുക തുറക്കുക,
അടയ്ക്കുക തുറക്കുക അടയ്ക്കുക തുറക്കുക ചെയ്ത 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. സാധാരണ കണ്ണടയ്ക്കുക. ഉള്ളങ്ങനെ നന്നായിട്ട് കൂടി തിരുമേ 2 കൈ കപ്പിയ കണ്ണിൻ്റെ പുറത്തേക്ക് വയ്ക്കുക. കൈക്കുറ ചെയ്യാം. കൈക്കുറ ചെയ്യാം. നോക്കുക സാധാരണ തടവിയെടുക്കുക. നമുക്ക് പീരീഡ് സമയത്ത് കൂടുതലായിട്ട് ഇരുന്നിട്ടുള്ളതൊക്കെ കൂടുതൽ ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് ചാടിയതോ വലിയ എക്സസൈസോ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സമയം ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കാല് നീട്ടിയിട്ടോ കട്ടിലിരുന്നു കൊണ്ട് തലയണ എന്തെങ്കിലും നടുവിൽ വെച്ച് സപ്പോർട്ട് ചെയ്ത് ചാരിയോ നിങ്ങളുടെ രീതിയിലോട്ട് ഇരുന്ന് തന്നെ എന്ത് ചെയ്യുക, പീരീഡ് സമയത്ത് ആ സമയത്ത് നിങ്ങൾ അങ്ങനെ യോഗ ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിൾ ആ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക. ഇത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് പീരീഡ് സമയത്ത് എന്ന് ഞാൻ പറഞ്ഞു തരുന്ന ചെറിയൊരു ക്ലാസ്സാണ്. നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് എന്ത് ചെയ്യാം, ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കഴുത്തിൻ്റെ എക്സസൈസ് ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് പുറകിലേക്ക് കൊണ്ടുവരാം. ഡൗൺ 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 down down center side looking 1 center 2 center 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 1 center 2 center. സാധാരണ റിലീസ് ചെയ്യുക. വലത് സൈഡിലൂടെ കഴുത്ത് ചരിച്ചു കൊടുത്തേ. വലത് കൈ കൊണ്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6 7 8 9 10 സെൻറ്റർ. ഓപ്പോസിറ്റ് നന്നായിട്ട് ചരിച്ചു കൊടുക്കുക. ഇടത് കൈ കൊണ്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുത്തേ. ഇവിടെ നല്ലൊരു സ്ട്രെച്ച് വരുന്ന രീതിയിലോട്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. സാധാരണ റിലീസ് ചെയ്യാം. നമ്മൾ ചെയ്യുന്ന തൈറോയിഡിൻ്റെ ഗ്രന്ഥികളെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, തൈറോയ്ഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, തൈറോയ്ഡ് ഇല്ലാത്തവർക്ക് വരില്ല, അതിന് വേണ്ടിയിട്ടാണ് ഡെയിലി ചെയ്യിപ്പിക്കുന്നത്. ഇത് എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യിപ്പിക്കുന്നത്. അതാണ് പ്രധാന ഉദ്ദേശം. അത് മാത്രമല്ല കഴുത്തിലുള്ള ഫാറ്റൊക്കെ കുറയും, നല്ല ഷേപ്പായിട്ട് ഒതുങ്ങി വരാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. ഓക്കെ, 2 കൈ മുന്നിലോട്ട് കൊണ്ടുവരാം. 1 2 3 4 5 6 7 8 9 10. കൈ തിരിച്ചു പിടിച്ചേ. കൈപ്പത്തി അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. കൈ ചുരുട്ടി പിടിക്കുക. റൊട്ടേറ്റ് ചെയ്യുക. 1 2 3 4 5 6. ഓപ്പോസിറ്റ്. 1 2 3 4 5 6. വിരലുകളൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. 1 2 1 2 1 2 1 2 1 2 1 2. സാധാരണ റിലീസ് ചെയ്യുക. ഓക്കെ, ഗുഡ്. 2 കൈ മുകളിലേക്ക് വരുത്താം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഗുഡ്. സാധാരണ റിലീസ് ചെയ്യുക. 2 കൈ ഷോൾഡർ ലെവൽ വയ്ക്കുക. കൈയുടെ മുട്ട് തമ്മിൽ ടച്ച് ചെയ്ത് 1 2 3 4 5 6. Opposite. 1 2 3 4 5 6. സാധാരണ തിരിച്ചു വരാം. 2 കഴിഞ്ഞാൽ വെച്ചാൽ 1 2 3 4 5 6 7 8 9 10. സ്പീഡ് കൂട്ടിയാൽ 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഗുഡ്. സാധാരണ റിലീസ് ചെയ്യുക. 2 കൈ ഇങ്ങനെ കെട്ടിയേ. 1 2 1 2 1 2. നമ്മൾ ചെയ്യുന്ന ബ്രസ്റ്റ് നല്ല ഷേപ്പ് ആകാൻ വേണ്ടിയിട്ടാണ്. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1
സാധാരണ പ്ലേസ് ചെയ്യുക. ഓക്കെ, നമ്മൾ അടുത്ത് 2 കൈ ഇങ്ങനെ കാൽമുട്ടിൽ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നില്ല. അത് റൊട്ടേറ്റ് ചെയ്യാൻ പാടില്ല. പീരീഡ് സമയത്ത് റൊട്ടേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതുകൊണ്ട് അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇന്ന് റെക്കോർഡ് ക്ലാസ് എടുക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, 2 കൈ പുറകെ സപ്പോർട്ട് ചെയ്യാൻ കാലൊക്കെ ഒന്ന് ഇണക്കി കൊടുത്തേ. 1 2 3 4. അതിലൂടെ ഹാനൊക്കെ 1 2 3 4. ഒരിക്കലും ചെയ്യുക. 1 2 3 4. 2 കാലം മടക്കി കുത്തി വയ്ക്കുക. വലത്തോട്ട് ഇടത്തോട്ട് ചരിപ്പിക്കുക. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ പോവാണ്. കിടന്നോളൂ. നമ്മുടെ പീരീഡ് സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെഡിറ്റേഷൻ. കിടന്നോളൂ. പീരീഡ് സമയത്ത് മാത്രമല്ല, അല്ലാത്തപ്പോഴും ചെയ്യാൻ പറ്റുന്ന നമ്മുടെ നോർമൽ മെഡിറ്റേഷൻ തന്നെയാണ്. 2 കാൽ ഓപ്പൺ ചെയ്യുക. 2 കൈ പുറകിലോ 2 കൈ 2 സൈഡിലോട്ട് വെച്ച് അങ്ങ് പുറകിലേക്ക് അങ്ങ് മലർന്ന് കിടക്കുക. റിലാക്സ് ആയിട്ട് കണ്ണടച്ച് കിടന്നേ. എല്ലാവരും കിടന്നോളൂ കണ്ണടച്ച്. ഇനി ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി. ഞാൻ ക്യാമറ ഓഫ് ചെയ്യാൻ പോവുകയാണ്. മറ്റുള്ള ചിന്തകളെല്ലാം ഒഴിവാക്കുക. ഞാൻ പറയുന്ന എൻ്റെ സൗണ്ട് മാത്രം കേൾക്കുക. എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ട് കിടക്കുക. 2 കാല് ഓപ്പൺ ചെയ്യുക. 2 കൈ 2 സൈഡിലോട്ട് വെച്ച് ഫ്രീ ആയിട്ട് കിടന്നേ. നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ശ്രദ്ധിച്ച് കിടക്കുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ട് കിടന്നേ. നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും മാത്രം ശ്രദ്ധിക്കുക. എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ട് കിടക്കുക. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് അബ്ഡോമൻ ബ്രീത്തിങ് എക്സസൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും 2 കൈ വയറിൻ്റെ പുറത്തേക്ക് വെച്ച് 2 കൈ വയറിൻ്റെ പുറത്തേക്ക് വയ്ക്കുക. ഒന്ന് റിലാക്സ് ആയിട്ട് കിടക്കുക. ശ്വാസം എടുക്കുന്ന ടൈം നിങ്ങളുടെ വയറ് ബലൂൺ പോലെ ഉയർത്തി കൊണ്ടുവന്നേ. ശ്വാസം എടുക്കുന്ന ടൈം നിങ്ങളുടെ വയറ് ബലൂൺ പോലെ ഉയർത്തി കൊണ്ടുവരാം. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറ് സാവധാനം താഴേക്ക് വരും. എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ട് ചെയ്തേ. ശ്വാസം എടുക്കുന്ന ടൈം നിങ്ങളുടെ വയറ് ബലൂൺ പോലെ ഉയർത്തി കൊണ്ടുവരാം. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറ് സാവധാനം താഴേക്ക് വരും. ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്. മാക്സിമം ശ്വാസം വയറിലോട്ട് നിറച്ച് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ച് വയറിനകത്ത് ശ്വാസം നിറച്ച് നന്നായിട്ട് വീർപ്പിച്ച് ഹോൾഡ് ചെയ്ത് വയ്ക്കാം. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുന്നതനുസരിച്ച് വയറ് താഴേക്ക് വരും. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ബ്രീത്തിലും വയറ് ഉയരുകയും താഴുകയും ചെയ്യുന്നതിലോട്ട് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോയേ. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുത്ത് മാക്സിമം വയറിൽ ബ്രീത്ത് നിറച്ച് നന്നായിട്ട് ബലൂൺ പോലെ ഉയർത്തി പിടിച്ചേ വയറിനെ. ഹോൾഡ് ചെയ്ത് വയ്ക്കുക. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6 7 8 9 10. സാവധാനം ശ്വാസം പുറത്തേക്ക് വിട്ട് സാവധാനം വയറ് ശ്വാസം പുറത്തേക്ക് വിടുന്നതനുസരിച്ച് താഴേക്ക് റിലാക്സ് ആയിട്ട് വരുന്നതായിട്ട് സങ്കല്പിക്കുക. സാവധാനം നിങ്ങളുടെ കൈകൾ നെഞ്ചിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോയി നിങ്ങളുടെ 2 കാല് ബട്ടർഫ്ലൈ പോസ്റ്റിലോട്ട് കൊണ്ടുവരാം. ബട്ടർഫ്ലൈ പോലെ വെച്ചേ കാലിന്. ഓക്കെ, ഗുഡ്. ശ്വാസം എടുക്കുന്ന ടൈം നിങ്ങളുടെ നെഞ്ച് മാത്രം ഉയർത്തിക്കൊണ്ടുവരാം. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ നെഞ്ച് സാവധാനം താഴേക്ക് വരും. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ നെഞ്ചിലോട്ട് കൊണ്ടുവരാം. നിങ്ങളുടെ ബ്രീത്തിലോട്ട് ശ്രദ്ധിക്കുക.
നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. ബ്രീത്തിങ്. നെഞ്ച് ഉയർത്തി കൊണ്ടുവന്ന് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നെഞ്ച് സാവധാനം താഴേക്ക് വരും. എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ട് ചെയ്തേ. ബ്രീത്തിങ്. ബ്രീത്ത് ബ്രീത്തിങ്. ബ്രീത്ത് ബ്രീത്തിങ്. ബ്രീത്ത് ബ്രീത്തിങ്. ബ്രീത്ത് ബ്രീത്തിങ്. ബ്രീത്ത്. രണ്ട് കൈ രണ്ട് സൈഡിലോട്ട് വയ്ക്കുക. രണ്ട് കാലം നീട്ടിയിട്ടെ ഒന്ന് റിലാക്സ് ആയിട്ട് കിടക്കുക. ഞാൻ പറയുന്നത് പോലെ ഫോളോ ചെയ്യുക. നിങ്ങളുടെ കാൽപാദം, കണങ്കാല്, തുടയുടെ ഭാഗം ഒക്കെ അരക്കെട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ച് കാലൊക്കെ നന്നായിട്ട് മുറുക്കി ടൈറ്റ് ചെയ്യുക. ടൈറ്റ് 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 ടൈറ്റ്. സാവധാനം റിലീസ് ചെയ്യുക. നിങ്ങളുടെ വയറ്, നെഞ്ച്, രണ്ട് കൈ നന്നായിട്ട് മുറുക്കി പിടിച്ച് ഷോൾഡറൊക്കെ സ്ക്യൂസ് ചെയ്യുക. നന്നായിട്ട് ടൈറ്റ് ചെയ്തേ. ടൈറ്റ് 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 ടൈറ്റ്. സാവധാനം റിലീസ് ചെയ്യുക. നിങ്ങളുടെ ഫേസിലെ മസിൽസൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്തേ. നിങ്ങളുടെ ഫേസിലെ മസിൽസൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് 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 ടൈറ്റ്. സാവധാനം റിലീസ് ചെയ്യുക. ഒന്ന് റിലാക്സ് ആയിട്ട് കിടക്കുക. കണ്ണ് തുറക്കുക. കണ്ണിൻ്റെ കൃഷ്ണമണി വലത്തോട്ട് ഇടത്തോട്ട് ചലിപ്പിച്ച് 1 2 1 2 1 2. സാവധാനം കണ്ണടയ്ക്കുക. നാക്ക് പുറത്തേക്കിട്ടെ. ശ്വാസം പുറത്തേക്ക് വിട്ടെ. സാവധാനം വാടയ്ക്കുക. റിലാക്സ് ആയിട്ട് കിടക്കുക. നിങ്ങളുടെ കഴുത്ത് വല സൈഡിലോട്ട് നോക്കുക. സെൻറ്റർ, ഓപ്പോസിറ്റ്, സെൻറ്റർ. വല സൈഡിലോട്ട് നോക്കുക. സെൻറ്റർ, ഓപ്പോസിറ്റ്, സെൻറ്റർ. റിലീസ് ചെയ്യുക. ഒന്ന് റിലാക്സ് ആയിട്ട് കിടക്കുക. നിങ്ങളുടെ രണ്ട് കാല് ഓപ്പൺ ചെയ്ത് മാറ്റിന് രണ്ട് സൈഡിലോട്ട് വെച്ചേ. കാല് രണ്ട് കൈ അങ്ങ് ഫ്രീ ആയിട്ട് അങ്ങ് ഇട്ടേ. ഫ്രീ ആയിട്ട് അങ്ങ് റിലാക്സ് ആയിട്ട് കിടക്കുക. ഇനി ഞാൻ പറയുന്നത് പോലെ ഫോളോ ചെയ്യുക. കണ്ണടച്ച് നിങ്ങളുടെ ബ്രീത്തിലോട്ട് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാം. നിങ്ങളുടെ തല മുതൽ പാദം വരെ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ബോഡിയിൽ വന്ന മാറ്റത്തെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കാൽപാദം, കണങ്കാല്, നിങ്ങളുടെ വയറ്, അരക്കെട്ട്, ബട്ടക്സ്, നെഞ്ചിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് എല്ലാവരും. നിങ്ങളുടെ ഫേസിലെ മസിൽസൊക്കെ റിലാക്സ് ചെയ്യുവാണ്. നിങ്ങളുടെ ബോഡി മൊത്തത്തിൽ റിലാക്സ് ചെയ്യുവാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളവിടെ കിടക്കുന്നില്ല. നിങ്ങൾ ഉറങ്ങുന്നില്ല. ആ ഒരു ഫീലിലോട്ടാക്കി മാറ്റിയേ. രണ്ട് കാലം ഓപ്പൺ ചെയ്ത് രണ്ട് കൈ രണ്ട് സൈഡിലോട്ട് വെച്ച് റിലാക്സ് ആയിട്ട് കിടക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ള ശബ്ദങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ ചുറ്റുമുള്ള ശബ്ദങ്ങൾ ശ്രദ്ധിക്കുക. മനഃപൂർവ്വമായിട്ട് ആ ശബ്ദങ്ങളെ ഒഴിവാക്കിയേ. നിങ്ങളുടെ ദൂരെയുള്ള ശബ്ദങ്ങളെ ശ്രദ്ധിച്ചേ. ഒന്ന് കാതോർത്തേ. മനഃപൂർവ്വമായിട്ട് ആ സൗണ്ട് ഒഴിവാക്കുക. നിങ്ങളെല്ലാം കേൾക്കുന്നില്ല എന്നുള്ള ഭാവത്തിൽ കിടന്നേ. അതായത് ഞാൻ മെഡിറ്റേഷൻ ചെയ്യാൻ പോവുകയാണ്, ചിന്തകളെല്ലാം ഒഴിവാക്കുവാണെന്ന് നിങ്ങൾ തന്നെ മനഃപൂർവ്വമായിട്ട് നിങ്ങളുടെ മനസ്സിനെ ഉൾക്കൊള്ളിക്കുക. ഒന്ന് സെറ്റാക്കുക. ഒന്ന് റിലാക്സ് ആയിട്ട് കിടക്കുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. നിങ്ങളോട് തന്നെ നിങ്ങളൊന്ന് മനസ്സിൽ പറഞ്ഞേ, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഒരു 3 പ്രാവശ്യം പറഞ്ഞേ, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. മറ്റാരെന്നെ സ്നേഹിച്ചില്ല എങ്കിലും ഞാൻ എന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ആരോഗ്യം എൻ്റെ ഉത്തരവാദിത്തമാണ്. എനിക്ക് എത്ര തിരക്കുകളുണ്ടെങ്കിലും ഞാൻ എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും ഉറപ്പായിട്ട് മാറ്റി വച്ചിരിക്കും. നിങ്ങളോട് തന്നെ നിങ്ങളൊന്ന് പ്രതിജ്ഞ ചെയ്യുക. ഈ പുതിയൊരു വർഷം നമ്മുടെ ആരോഗ്യത്തിനുള്ള നല്ലൊരു വർഷം, ആരോഗ്യത്തോടെ ഇരിക്കുന്ന നല്ലൊരു വർഷമായി മാറുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിക്കും എന്നൊന്ന് നിങ്ങളോട് തന്നെ പറഞ്ഞേ. ഒരിക്കൽ കൂടെ പറഞ്ഞേ, ഞാൻ എന്നെ സ്നേഹിക്കുന്നു,
ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. നിങ്ങളിൽ സെൽഫ് ലവ് ഉണ്ടായി വരട്ടെ. നിങ്ങളുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വരട്ടെ. നിങ്ങളോട് തന്നെ ഒന്ന് ചിരിക്കുക എല്ലാവരും. സ്വന്തമായിട്ടൊന്ന് ചിരിക്കുക. നിങ്ങളോട് തന്നെ ഒന്ന് ചിരിക്കുക. ഇത്രയും നാൾ നിങ്ങളുടെ വിഷമത്തിലും സന്തോഷത്തിലൊക്കെ നിങ്ങളൊപ്പം ഉണ്ടായിരുന്ന നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒന്ന് ഡാൻസ് പറഞ്ഞുകൊണ്ട് ഒന്ന് നിങ്ങളോടൊന്ന് ചിരിക്കുക. നിങ്ങളുടെ ചുണ്ടിൽ ചെറിയ പുഞ്ചിരി വരട്ടെ. സാവധാനം തിരിച്ചു വരാം. ഒന്ന് റിലാക്സായിട്ട് കണ്ണടച്ച് നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നത് മാത്രം ശ്രദ്ധിച്ച് കിടന്നേ. ഞാൻ പറയുന്നത് വരെ കണ്ണ് ഉറക്കരുത്. എല്ലാവരും റിലാക്സായിട്ട് കിടക്കുക. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ബ്രീത്തിൽ മാത്രമായിരിക്കാനായിട്ട് ശ്രമിക്കുക. സാവധാനം തിരിച്ചു വരാം. രണ്ട് കാല് സാവധാനം അനക്കുക. രണ്ട് കൈ അനക്കുക. രണ്ട് കാല് സാവധാനം ചേർത്ത് വയ്ക്കുക. രണ്ട് കൈ ചേർത്ത് വയ്ക്കുക. രണ്ട് കൈ തലയുടെ മുകളിലേക്ക് ഉയർത്തി ലോക്ക് സ്ട്രെച്ച് ചെയ്ത് രണ്ട് കൈ കൊണ്ട് ലോക്ക് ചെയ്ത് ബോഡിയെ മുകളിലോട്ട് വലിച്ചു പിടിച്ച് കാല് താഴോട്ട് പോയിൻ്റ് ചെയ്യുക. നമ്മുടെ നട്ടൽ സ്ട്രെയിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6 7 8 9 10. സാവധാനം റിലീസ് ചെയ്യുക. വലത് കൈ മുകളിലേക്ക് ഉയർത്തിയേ. വലത് കൈയുടെ പുറത്ത് നിങ്ങളുടെ ചെവി വരത്തക്ക രീതിയിൽ വലത് സൈഡിലോട്ട് ചരിഞ്ഞ് കിടക്കുക. വലത് കൈയുടെ പുറത്ത് നിങ്ങളുടെ ചെവി വരത്തക്ക രീതിയിൽ വലത് സൈഡിലോട്ട് ചരിഞ്ഞ് കിടന്നേ. കാല് സ്ട്രെയിറ്റ് ആക്കിയിട്ടെ. ഒന്ന് റിലാക്സായിട്ട് കണ്ണടച്ച് നിങ്ങളുടെ മനസ്സിനും ശരീരത്തെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കിടന്നേ. ഒന്ന് ഫ്രീ ആയിട്ട് കിടക്കുക. റിലാക്സായിട്ട് കിടക്കുക. സാവധാനം തിരിച്ചു വരാം. ഇടത് കൈ സപ്പോർട്ട് ചെയ്ത് സാവധാനം എഴുന്നേറ്റിരുന്നോളൂ. എല്ലാവരും സാവധാനം എഴുന്നേറ്റിരിക്കും. എല്ലാവരും എഴുന്നേറ്റിരുന്നോളൂ. ഓക്കെ. സാവധാനം കണ്ണു തുറന്നേ. എങ്ങനെയുണ്ട് ഫീലിങ്സ്? നല്ല റിലാക്സേഷൻ ഫീൽ ചെയ്ത് ആരൊക്കെയുണ്ട്? ഓക്കെ ഗുഡ്. ഓക്കെ ഗുഡ്. താങ്ക് യു സോ മച്ച്. വേറെ ആർക്കൊക്കെ എല്ലാവർക്കും തോന്നിയോ റിലാക്സേഷൻ? തോന്നി? നല്ലൊരു ഫീലായിരുന്നു? ആയിരുന്നു. ഓക്കെ ഗുഡ്. എല്ലാവർക്കും നല്ലൊരു ഫീൽ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ അടുത്ത് കിട്ടി. ഓക്കെ ഗുഡ്. ഇപ്പം നമ്മുടെ അടുത്ത് ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. അല്ലാത്തവർക്ക് എന്താണ് നല്ല കോൺസെൻട്രേഷൻ കിട്ടും. ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ നോക്കട്ടെ, എപ്പോഴെങ്കിലും ഫ്രീ ടൈം കിട്ടുവാണെങ്കിൽ ഒരു റെക്കോർഡ് വോയിസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ മെഡിറ്റേഷൻ മാത്രം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു സമയം കിട്ടുമ്പോൾ മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ എൻ്റെ വോയിസ് വെച്ച് മെഡിറ്റേഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ
ഞാൻ മെഡിറ്റേഷൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ സക്സസ്ഫുള്ളാണ്. ആ ഒരു ഫീൽ നിങ്ങൾക്ക് ഞാൻ ചെയ്യിപ്പിക്കുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ സക്സസ്ഫുള്ളാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെറിയൊരു റെക്കോർഡ് കുഞ്ഞൊക്കെ ഉറങ്ങുന്ന സമയത്തോ ഫ്രീ ആയിരിക്കുമ്പോൾ പറ്റുള്ളൂ. അറിയാവോ, കരച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാം മൊത്തത്തിൽ ഇതാവും. അപ്പോൾ 1 മണിക്കൂർ 1 മണിക്കൂറല്ല, ഒരു 5 മിനിറ്റുള്ള ചെറിയൊരു റെക്കോർഡ്, അതിനകത്ത് തന്നെ മ്യൂസിക്കൊക്കെ കയറ്റി ചെറിയൊരു റിലാക്സേഷൻ രീതിയിലുള്ളൊരു ചെറിയൊരു 5 മിനിറ്റൊക്കെ ഉള്ളൊരു ചെറിയ രീതിയിലുള്ള മെഡിറ്റേഷൻ ചെയ്യണമെന്നും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ചെറിയ കുഞ്ഞായതുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ ഒപ്പിക്കുന്ന പാടെ എനിക്കറിയാം. ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല. അതിന് വലിയ കാര്യമൊന്നും ഞാൻ ദൈവത്തോട് നന്ദി പറയും. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഫുൾ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നിന്ന് നമുക്ക് ചെറിയൊരു വിഷമം എന്ന് പറയുന്നത്, നമ്മൾ കറക്റ്റായിട്ട് ക്ലാസ്സിന് വരുന്ന ആൾക്കാർ ഈ മടി പിടിച്ച് പോകുമ്പോൾ നമുക്ക് നോർമലി വിഷമം ഉണ്ടാകും. കാരണം നമ്മൾ എത്രയും കഷ്ടപ്പെട്ട് അവർക്ക് ആരോഗ്യമൊക്കെ കൊടുത്തതിന് ശേഷം അവർ വരാതിരിക്കുമ്പോൾ അവർക്ക് വീണ്ടും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. അതോർക്കുമ്പോഴുള്ള വിഷമമാണ്. അവർ പോകുന്നതുകൊണ്ടുള്ള വിഷമമല്ല, വീണ്ടും അവർക്ക് വീണ്ടും ഇതുപോലൊരു ക്ലാസ് അവർക്ക് കിട്ടണമെന്നില്ല. എൻ്റെ ക്ലാസ് അടിപൊളിയാണെന്നല്ല, ഇതുപോലെ ചെറിയൊരു ഫീസ്, ഇത്രയും സപ്പോർട്ട്, ഏത് സമയം വേണോ കയറാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ക്ലാസ്സിന് കിട്ടണമെന്നില്ലെന്നല്ല, ഇങ്ങനൊരു ക്ലാസ് ഇല്ല. ഓരോ ആൾക്കാർ വിളിക്കുമ്പോൾ അങ്ങനെയൊക്കെ കയറാൻ പറ്റുമോ എന്നാണ് ഇങ്ങനെ എടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ് അവർക്ക് കിട്ടണമെന്നില്ല. ചിലപ്പോൾ അവർക്ക് എന്നെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് തിരിച്ചു വരില്ല. അവർ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത എത്രയോ പേരുണ്ടെന്നറിയാം, പഴയ സ്റ്റുഡൻസൊക്കെ. അപ്പോൾ അത് അവർക്ക് എന്നെ ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ നമുക്കൊരു വിഷമം തോന്നും. അവർക്കിവിടെ നമ്മുടെ ക്ലാസ്സിന് വരാനും പറ്റുന്നില്ല, വേറൊരു ക്ലാസ്സിന് പോയിട്ട് അവർക്ക് കംഫർട്ടബിൾ ആയിരിക്കണമെന്നില്ല. എൻ്റെ ക്ലാസ് അത്രയ്ക്ക് സൂപ്പറാണെന്ന് ഞാൻ പറയുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എന്ത് ചെയ്യുക, പീരീഡ് സമയത്ത് ചെയ്യാൻ പറ്റുന്ന യോഗ പോസ്റ്റേഴ്സ് മാത്രം റെക്കോർഡ് ചെയ്ത് ഇന്നൊരു വീഡിയോ ഞാൻ ചെയ്തിരിക്കുവാണ്. അപ്പോൾ ആർക്കെങ്കിലും പീരീഡ് സമയത്ത് യോഗ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക. ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്കത് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. പേഴ്സണലായിട്ട് ചോദിച്ചാൽ മതി. ഇപ്പോൾ എല്ലാവർക്കും പീരീഡ്സ് എല്ലാം ആവണമെന്നില്ലല്ലോ. ചിലപ്പോൾ ഈ ആഴ്ച പീരീഡ്സ് ആവുന്നവരെല്ലാം അടുത്ത ആഴ്ച ആവുന്നു. അപ്പോൾ അങ്ങനെ യോഗ ചെയ്യണമെന്ന് അത്രയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു റെക്കോർഡ് ക്ലാസ് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് കണ്ട് എന്ത് ചെയ്യുക, ഒരു റെക്കോർഡ് ക്ലാസ്സേ ഉള്ളൂ, എന്നും റെക്കോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു ക്ലാസ് തന്നെ എന്ത് ചെയ്യാം, പീരീഡ് സമയത്ത് 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസമല്ലേ നമ്മൾ റെസ്റ്റ് എടുക്കുന്നത്. ആ ടൈം ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു മെഡിറ്റേഷനും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് നല്ലൊരു ഫീൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ നിന്നും റെക്കോർഡ് ക്ലാസ്സിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് ആരും ഒഴിവാക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എല്ലാ ദിവസവും ക്ലാസ്സിന് വരാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, കണ്ടല്ലോ 8:15 വന്ന് 7 മണി 7:05 തുടങ്ങിയെങ്കിൽ പോലും 8:15 ക്ലാസ് സ്റ്റോപ്പ് ചെയ്യുന്നതല്ലേ. 1000 രൂപ 2000 രൂപ വാങ്ങുന്നവരെ സമയം നോക്കിയാണ് നിർത്തുന്നത് ക്ലാസ്. അപ്പം ഞാൻ എനിക്ക് അത്രയും യോഗ പാഷൻ ആയതുകൊണ്ടും ആ ഒരു സ്നേഹം കൊണ്ടുമാണ് ഞാനിങ്ങനെ 5 മിനിറ്റ് കൂടുതൽ ഇരുന്നാലും എനിക്കൊന്നും തോന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇരിക്കാനും പഠിപ്പിക്കാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഈ ഒരു ക്ലാസ് ഉപയോഗപ്പെടുത്തി നിങ്ങൾ നല്ല ആരോഗ്യമായിട്ടിരിക്കുക. നിങ്ങൾക്ക് കിട്ടിയ മാറ്റങ്ങൾ മറ്റുള്ളവരെ ഷെയർ ചെയ്യുക. അങ്ങനെ ആരെങ്കിലുമൊക്കെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഉപയോഗപ്പെടട്ടെ, ഈ ഒരു ക്ലാസ് അവർക്ക് ഉപയോഗപ്പെടട്ടെ. ഓക്കെ, ക്ലാസ് ക്ലോസ് ചെയ്യാമല്ലോ. എല്ലാവരും സന്തോഷമാണല്ലോ. മെഡിറ്റേഷൻ ചെയ്ത് റിലാക്സേഷൻ കിട്ടി, ഫേസ് യോഗ ചെയ്ത് സുന്ദരി കുട്ടികളൊക്കെ ആയല്ലോ അല്ലേ എല്ലാവരും. ഓക്കെ, നിങ്ങൾക്ക് സന്തൂർ മമ്മി ആയിട്ട് നിങ്ങളെല്ലാം ഒന്ന് ഓക്കെ ആയിട്ട് വേണം അടുത്ത് എനിക്ക് സന്തൂർ മമ്മി ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, കുഞ്ഞൊക്കെ ഒന്ന് വലുതായിട്ട് അടുത്ത് എനിക്ക് സന്തൂർ മമ്മി ആവാൻ വേണ്ടിയിട്ട്. നമ്മൾ സന്തൂർ മമ്മി ആയിട്ട് ഇരിക്കണ്ടേ, യോഗ ട്രെയിനറല്ലേ. ശരിക്കും പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ ചോദിക്കാൻ ഫേസ് യോഗ ഞാൻ അധികം കൂടുതലായിട്ട് യൂട്യൂബിൽ ഇടാത്തതിന് കാരണം, ഈ ഫേസ് യോഗ ചെയ്യുന്ന ഏകദേശം എല്ലാവരും അടിപൊളിയാണ്. ഇപ്പം ഞാൻ കാണാൻ കൊള്ളൂല, സെൽഫ് ലവ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല. അത്രയ്ക്ക് നല്ല വെളുത്ത് സുന്ദരിയൊക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാർ ഫേസ് യോഗ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് അട്രാക്റ്റീവ് ആവും. ഈ നമ്മളിങ്ങനെ ഫേസ് യോഗ ചെയ്തിടുമ്പോൾ ആദ്യം ആൾക്കാർ പറയും, ആദ്യം നിങ്ങൾ പോയി എന്ത് ചെയ്യാൻ പറയും, ഫേസ് യോഗ ചെയ്തിട്ട് വാ, അടിപൊളിയായിട്ട് അടുത്ത് നമ്മളെ പഠിപ്പിക്കാൻ വന്ന് നെഗറ്റീവായിട്ടുള്ള കമൻറ്റൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻസിന് അറിയാം, ചെറിയ കുഞ്ഞുണ്ട്, നമ്മുടെ സാഹചര്യം ഇങ്ങനെയാണെന്ന് അറിയാം. പക്ഷേ പബ്ലിക്കിന് അങ്ങനെ അറിയണമെന്നില്ല. അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഫേസ് യോഗ ഞാൻ ചെയ്തിടാത്തത്. ഇനി ഫേസ് യോഗയുടെ പകുതി നമ്മളിന്ന് ചെയ്തത് ഫേസ് യോഗയുടെ മസാജും കൂടെയാണ് പഠിപ്പിച്ചത്. നമ്മൾ ചെയ്തത് ഈ ഫേസ് മസാജ് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് മസാജ്. അത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അത്രയ്ക്കുള്ള എഫക്റ്റ് കിട്ടത്തില്ല. അത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നീ വെളിച്ചെണ്ണ ഫേസിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീം എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇട്ടിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ഈ സ്റ്റെപ്പുകളൊക്കെ 1-2 ആഴ്ച കൊണ്ട് പഠിച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും. ഫേസ് മസാജൊക്കെ ചെയ്യുന്ന ദിവസം നിങ്ങൾ ഈ ക്രീമോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കരുതാൻ വേണ്ടിയിട്ട് പറയും. ആ ദിവസം നിങ്ങളത് ചെയ്തിട്ട് നമുക്കടുത്ത് ഫേസ് മസാജും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അല്ലേ. നമ്മളെ ഈ ക്ലാസ്സിലെന്ന് പറയുന്നത് ചെറിയൊരു 300 രൂപ ഫീസിൽ തന്നെ സൂര്യ നമസ്കാരം പഠിപ്പിക്കും, യോഗയുടെ പോസ്റ്റേഴ്സ് പഠിപ്പിക്കും, ഫേസ് യോഗ പഠിപ്പിക്കും, അതുപോലെ ഹെൽത്ത് വരാനുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യിപ്പിക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങളിനി ഗൂഗിളിൽ എവിടെയൊക്കെ തപ്പിയാൽ എന്നെപ്പോലെ ഒരാളെ കിട്ടാൻ സാധ്യതയില്ലെന്നല്ല, അങ്ങനെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു ക്ലാസ്സിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്നേഹത്തോടെ വീണ്ടും അറിയിക്കുവാണ് എല്ലാവരോടും. ഓക്കെ,
അപ്പോൾ നമുക്ക് ക്ലാസ് ക്ലോസ് ചെയ്യാം. എല്ലാവരും ഒന്ന് കണ്ണടച്ച് ഇരിക്കുക. എല്ലാവരും ഒന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്. യോഗ ചെയ്യുന്നതിലൂടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യം ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുക. ഇനി വരാൻ പോകുന്ന ജീവിതശൈലി രോഗങ്ങൾ യോഗയിലൂടെ തടഞ്ഞു നിർത്താൻ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. ചിണ്ടാവും സെൻറ്റർ ഉള്ളങ്ങനെ നന്നായിട്ട് കൂട്ടിത്തിരുമ. 2 കൈ കപ്പിയ കണ്ണിൻ്റെ പുറത്ത് വയ്ക്കുക. മുഖമൊക്കെ സാവധാനം തടവിയെടുക്കുക. 2 കൈ മുന്നിലോട്ട് കൊണ്ടുവരാം. കണ്ണ് ചിമ്മി ചിമ്മി സാവധാനം ഉള്ളം കൈയിലോട്ട് കണ്ണു തുറന്ന് നോക്കുക. സാവധാനം തിരിച്ചു വരാം. ഓക്കെ, ഗുഡ്. ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരിക്കാൻ ആശംസിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ, എല്ലാവർക്കും ബൈ.